അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ആയിരുന്നാലും ഓഡിയോ ക്വാളിറ്റി ആയിരുന്നാലും എസ്പെഷ്യലി അറ്റ്മോസ് ഇഫക്റ്റ് ഒരു രക്ഷയില്ല. നമുക്കൊരു ലവ് തീമിൽ തന്നെ നമുക്ക് നമ്മുടെ തിയേറ്റർ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കളർ കോമ്പിനേഷനിലേക്ക് ഞങ്ങൾ എത്തിയത്. എൻ്റെ ഫാമിലി വളരെ ഹാപ്പിയാണ്, അത് കൂടാതെ എൻ്റെ വൈഫ് ഭയങ്കര സന്തോഷത്തിലാണ്. ഹോം തിയേറ്റർ ഇനി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാറിന് കൊടുക്കാനുള്ള സജഷൻസ് എന്തൊക്കെയാണ്? റൊമാൻറ്റിക് കപ്പിൾസായ ഷാജഹാന് മുംതാസ് എന്ന പോലെ, മാർക്ക് ആന്റണിക്ക് ക്ലിയോപാട്ര എന്ന പോലെ സ്വപ്നഭവനത്തിൽ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു ടോക്കൺ ഓഫ് ലവ്. അതാണ് അജു സാർ വിഷൻ ചെയ്ത കസ്റ്റമൈസ്ഡ് ഹോം തിയേറ്റർ. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടയത്തുള്ള ജിയോളജിക്കൽ സർവേ ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഹായ് സർ. ഹായ് മാം. എങ്ങനെയാണ് ഈ ടോക്കൺ ഓഫ് ലവ് എന്ന കൺസെപ്റ്റ് ഹോം തിയേറ്ററിലേക്ക് എത്തിയത്? ഞങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ട്രാവലും ഫിലിമുമാണ് ഞങ്ങളുടെ മെയിൻ. കാരണം റൊമാൻറ്റിക് ടൈമിലായാലും ശരി തന്നെ എപ്പോഴായാലും സിനിമ ആസ്വദിക്കുന്ന ഒരു ബാച്ചായിരുന്നു. കട്ട് ചെയ്ത് പോയി സിനിമ കാണൊക്കെ നമുക്കുള്ളതാണ്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് നമ്മൾ സിനിമ തിയേറ്ററെല്ലാം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ യാത്രകൾ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഒരു ഫാമിലിയിലൊരു അത് വരുന്നില്ല എന്നുള്ള പരാതി. പിന്നെ അപ്പോൾ വേണമെങ്കിൽ ഞാൻ ചേട്ടൻ്റെ വർഗീസ് ചേട്ടൻ്റെ സംസാരിച്ചപ്പോൾ വർഗീസ് ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ലവ് തീമിൽ തന്നെ നമുക്ക് നമ്മുടെ തിയേറ്റർ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കളർ കോമ്പിനേഷനിലേക്ക് ഞങ്ങൾ എത്തിയത്. അതിൽ എൻ്റെ ഫാമിലി വളരെ ഹാപ്പിയാണ്, അത് കൂടാതെ എൻ്റെ വൈഫ് ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ കുറേ സമയം ഇനി ഇവിടെ തന്നെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. മാമിന് എങ്ങനെയാ സാറിൻ്റെ ടോക്കൺ ഓഫ് ലവ് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ ഈ തിയേറ്ററിൽ മാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാണ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ടോക്കൺ ഓഫ് ലവ് മൊത്തത്തിൽ ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ആയിരുന്നാലും ഓഡിയോ ക്വാളിറ്റി ആയിരുന്നാലും എസ്പെഷ്യലി അറ്റ്മോസ് ഇഫക്റ്റ് ഒരു രക്ഷയില്ല. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഫിലിം പോയി തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം എൻ്റെ സമയത്തൊന്നും അധികം തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണാറില്ല. അപ്പം പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിയേറ്റർ കുറച്ച് കൂടുതലായിട്ട് പോയി സിനിമ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഹോം തിയേറ്റർ ആകുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് പ്രൈവറ്റായിട്ട് നല്ല രീതിയിൽ ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു തീമിൽ വളരെ നന്നായിട്ട് ഹോം കണക്റ്റ് അത് വളരെ നന്നായിട്ട് ചെയ്തു തന്നു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സാറിൻ്റെ വിഷൻ ഹോം കണക്റ്റ് ഫുൾഫിൽ ചെയ്യും എന്ന തീരുമാനത്തിൽ എത്താനുള്ള കാരണം എന്തായിരുന്നു? തിയേറ്റർ തുടങ്ങണം എന്നൊരു കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ട്രിവാൻഡ്രത്തുള്ള പ്രമുഖമായ എല്ലാവരെയും മീറ്റ് ചെയ്തായിരുന്നു. അവരുടെ ഡെമോ കണ്ടായിരുന്നു, തിയേറ്റർ സ്പേസസ് കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു ഫുൾഫിൽ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഹോം കണക്റ്റ് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ചെയ്യുന്ന ഒരു ടീമിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ അതിലെ കോൺടാക്ട് നമ്പർ അനുസരിച്ച് വർഗീസ് ചേട്ടനെയാണ് കോൺടാക്ട് ചെയ്തത്. വർഗീസ് ചേട്ടൻ എൻ്റെ ഫോണിൽ കൂടെ എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തന്നു. പിന്നെ ചേട്ടൻ ചെയ്തൊരു തിയേറ്റർ അതൊന്ന് കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഐ ഫീൽ എന്ത് പറയാൻ, അതൊരു തിയേറ്റർ തന്നെ, അത് തന്നെയാണ് തിയേറ്റർ എന്നൊരു ഫീൽ എനിക്ക് വന്നായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു തിയേറ്റർ ചെയ്യണം. അപ്പോൾ ചേട്ടൻ എനിക്ക് അതിൻ്റെ പ്രോഡക്ട്സും അതിൻ്റെ നോളജ് ട്രാൻസാക്ഷൻ എല്ലാം പറഞ്ഞു തന്നു. പ്രോഡക്ട്സിനെ കുറിച്ച് ഇന്ന പ്രോഡക്ട്സ് ചെയ്യാം, ഇന്നത് ചെയ്യാം, നമുക്കൊരു സോണിയുടെ പ്രൊജക്ടർ വയ്ക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ ഐഡിയാസ് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഫീൽ വന്നു ചേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഹോം കണക്റ്റുമായിട്ട് ബന്ധപ്പെടുന്നത്. ഹോം തിയേറ്റർ ഇനി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാറിന് കൊടുക്കാനുള്ള സജഷൻസ് എന്തൊക്കെയാണ്? അത് 100% ഉറപ്പായിട്ടും ഹോം കണക്റ്റുമായിട്ട് ബന്ധപ്പെടണം. നിങ്ങൾ ഹോം കണക്റ്റിൻ്റെ ഡെമോ കാണണം, ആ ഫീൽ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വേറൊരു ഓപ്ഷനിലേക്ക് പോവില്ല. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ആ ഗ്യാരണ്ടി ഹോം കണക്റ്റിന് തീർച്ചയായിട്ടും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ 7.2.4 കൺഫിഗറേഷനിലാണ് ഹോം കണക്റ്റ് അജു സാറിന്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഡബിൾ ലെയർ സൗണ്ട് പ്രൂഫിങ്ങും അക്യോസ്റ്റിക് പെറ്റ് പാനൽസ് ഉപയോഗിച്ചുകൊണ്ട് വോൾ അക്യോസ്റ്റിക്സും 2x2 ഗ്രിഡ് ടൈൽസ് ഉപയോഗിച്ചുകൊണ്ട് സീലിംഗ് അക്യോസ്റ്റിക്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ലവിന്റെ പവർഫുൾ സിംബലായ റെഡ് തീമിനായി പ്രീമിയം റെഡ് കാർപ്പറ്റാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 18 ഫീറ്റ് ലെങ്ത്തും 12 ഫീറ്റ് വിഡ്ത്തുമുള്ള ഈ റൂം ഡൈമെൻഷനിൽ 6 മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. ലൈറ്റിങ്ങിന് വേണ്ടി RGB പ്രൊഫൈൽ ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു തിയേറ്ററിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം.